എല്ലാവർക്കും ഗുഡ് ഈവനിങ്. വളരെ സന്തോഷം. ഒരുപാട് തിരക്കുകളൊക്കെ മാറ്റിവെച്ച് പല ഓരോ മേഖലയുമായി ബന്ധപ്പെട്ട് പോകുന്ന ആളുകളാണ് പല ആളുകളും. എന്തായാലും ഈ ഒരു പ്രൊജക്ട് നമ്മൾ ഏറ്റെടുത്തിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഏകദേശം ഒരു 2 മാസം ആയിട്ടില്ല, ഒരു 1.5 മാസത്തോട് അടുക്കുന്നു ഞങ്ങൾ ഈ പ്രൊജക്ട് ഏറ്റെടുത്തിട്ട്. വളരെ സ്മൂത്തായി പോകുന്നു. ശശി സാർ പറഞ്ഞ മാതിരി ഒരു 10 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ്, ഒരു വിങ് ഞങ്ങൾ ഏറ്റെടുത്ത് അതിശക്തമായിട്ട് ഈ ഒരു പ്രൊജക്ട് ഏറ്റെടുത്തു. ഞങ്ങൾ ഇത്രേ ചിന്തിച്ചുള്ളൂ. ഒരു 3 മാസത്തോളം ഈ പ്രൊജക്ടിനെ കുറിച്ച് പഠിച്ചു, മനസ്സിലാക്കിയിട്ടാണ് ഇത് ഏറ്റെടുത്തത്. നമുക്കറിയാം ഇന്ന് മാർക്കറ്റിൽ ഏതൊക്കെ തരം ബിസിനസ്സുകൾ ഉണ്ട് എന്നുള്ളത്. ഒരു ബിസിനസ്സിനെ ഞാൻ കുറ്റം പറയുന്നില്ല. ഇന്ന് ശക്തമായിട്ട് 5ഓളം എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത് ഇനി വരുന്ന മാസങ്ങളില് നമുക്ക് ബിനാൻസിലും കൂക്കോയിനിലൊക്കെ ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു കറൻസിയെ കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. ആധികാരികമായി സംസാരിക്കാൻ നമ്മളെ ഗ്രേറ്റ് ലീഡേഴ്സ് ഒക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് ചുരുക്കി പറയുന്നത്, നമ്മൾക്ക് പേര് സൂചിപ്പിച്ചു, പേര് രഘു എന്നാണ്. സ്വദേശം പാലക്കാട് ജില്ലയിലെ ആനക്കരയിലാണ്. മാർക്കറ്റിംഗ് മേഖലയിൽ ഒരു 10-20 വർഷത്തോളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ ഷോപ്പായിരുന്നു, മെഡിക്കൽ റെപ്പൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ മാർക്കറ്റിംഗ് വിങ്ങിൽ കുറെ കാലമായിട്ട് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. എന്നിരുന്നാലും ക്രിപ്റ്റോ മേഖലയിൽ കുറച്ച് കാലങ്ങളോളായിട്ടുള്ളൂ. അതിന്റെ ഒരു അപാകതയൊക്കെ ഉണ്ടായിരിക്കാം. എന്നാലും എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞു തരാം. ഇനി എന്തായാലും നമ്മൾ ഏറ്റെടുത്തൊരു പ്രസ്ഥാനത്തിന്റെ പേര് അപ്പെക്സ് ടോക്കൺ എന്നാണ്. നമ്മൾ ജീവിതത്തിൽ മാറ്റം അനിവാര്യമാണെന്ന് തീരുമാനിച്ച ആളുകൾ അല്ലെ. നമ്മൾ ചെയ്യുന്ന മേഖലയിൽ നിന്ന് ഒരു എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കാൻ വന്ന ആളുകളാണല്ലോ നമ്മൾ ഓരോരുത്തരും. നമുക്ക് ജീവിതത്തിൽ രണ്ടറ്റം കൂട്ടിക്കാൻ പെടുന്ന പാട് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഓരോ മേഖല എടുത്ത് നോക്കിയാൽ അറിയാം. ഓരോ മേഖലയിലും ഓരോ മേഖലയുടെ കടന്നുകയറ്റം, ഓൺലൈൻ മേഖലയുടെയും പിന്നെ ഫുഡ് ആയാലും വേണ്ട, എന്ത് സാധനമായാലും വേണ്ട, ഇന്ന് ഓൺലൈനിന്റെ കടന്നുകയറ്റമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നിരിക്കുന്ന ബിസിനസ്സോ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് നമുക്കൊരു എക്സ്ട്രാ ഇൻകം ഏൺ ചെയ്യാൻ പറ്റിയൊരു പ്രൊജക്റ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കഴിഞ്ഞ മീറ്റിങ്ങിലൊക്കെ ഞാൻ ആധികാരികമായിട്ട് കുറെ കാര്യങ്ങൾ സംസാരിച്ചിട്ട് എന്തിനാ നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യണം, സ്വയം വിലയിരുത്തും നമ്മൾ ഓരോരുത്തരും. നമ്മളൊരു എക്സ്ട്രാ വരുമാനം നമ്മളെ മക്കളെ പഠിപ്പിക്കാനായാലും വേണ്ട, നമ്മളെ ഫാമിലിയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായാലും വേണ്ട, ഏത് രീതിയിലായാലും ഈ ഒരു പ്രൊജക്ട് നമുക്ക് ഏറ്റെടുത്തേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാൻ ഈ ഒരു ബിസിനസ് അല്ല, നമ്മളൊരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. അതിന് പറ്റിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് ഇന്ന് ഏകദേശം ഒരു 19 മാസമായിട്ട് കറക്റ്റ് ആയിട്ട് ഏകദേശം 5-6ഓളം എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത്. ഇതിൽ ഏറ്റവും വലിയ സന്തോഷം, ഓൺ എക്സ്ചേഞ്ചിൽ ഒരു കമ്പനിയിൽ കൂടിയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷം. അപ്പോ നിങ്ങൾ എല്ലാവരും വിലയിരുത്തുക, ഈ ഒരു കമ്പനിയെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുക. ഇതില് സത്യത്തില് നമ്മൾ ഒരു വ്യക്തി കടന്നു വരണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ എമൗണ്ടിൽ നമുക്ക് ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മളെ ഒന്നില്ലെങ്കിൽ അത്രമാത്രം ഏത് വലിയ രീതിയിൽ ബിസിനസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് വേണം, നമുക്ക് അത്രമാത്രം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരിക. ഇത് ഏത് സാധാരണക്കാരനും ഒരു പിന്നെ ബിസിനസ്സിലേക്ക് കടന്നു വരണമെങ്കിൽ വളരെ $50, അതായത് നമ്മൾ ചെയ്യുന്നത് USDT-യിലാണ്. ഈ USDT-യിൽ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 4500 രൂപയോളം വരുന്ന ഒരു രീതിയിൽ നമുക്ക് ഈ പ്രൊജക്റ്റിലോട്ട് കയറി വരാം. ഈ 4500 എന്ന് പറഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് ആയിട്ട് നമ്മൾ കണക്കണ്ട, നമ്മൾ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണക്കൂട്ടുക. നമ്മൾ കോടികൾ ഇൻവെസ്റ്റ് ആയിട്ട് നമ്മൾ മൈൻഡ് സെറ്റ് ചെയ്യണം എപ്പോഴും. ചെറിയ എമൗണ്ട് ആണ് നമ്മൾ ചിന്തിക്കരുത്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഗ്രേറ്റ് ലീഡർ അരുൺ സാറൊക്കെ വന്നിട്ടുള്ളത്. കാരണം 4500 രൂപയിൽ വന്നിട്ട് ഇന്ന് ഏകദേശം 2 കോടി രൂപയ്ക്ക് ഒരു 6 മാസം കൊണ്ട് ഏൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മൈൻഡ് സെറ്റ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. അപ്പൊ നമ്മൾ ചെയ്യുന്ന എമൗണ്ട് ഇപ്പൊ ഒരു 4500 രൂപയല്ലോ, അത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇനി കിട്ടി പോയപ്പോ KKPP എന്നുള്ള രീതിയിൽ നമ്മൾ മൈൻഡ് സെറ്റ് ചെയ്യരുത്. നമ്മളൊരു കോടികൾ ഇൻവെസ്റ്റ് ചെയ്തതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് കയറി വന്നു കഴിഞ്ഞ് നമ്മൾ ഇതിനെ കുറിച്ചൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് ഡെയിലി റിട്ടേൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ ബിസിനസ്സിലേക്ക് കിടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ആധികാരികമായി സംസാരിക്കാൻ നമ്മളെ ഗ്രേറ്റ് ലീഡേഴ്സ് ഒക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം എന്താ വെച്ചാൽ പ്ലാൻ പ്രസന്റേഷൻ ആണ്. നമുക്ക് എങ്ങനെ വ്യക്തമായിട്ട് ഇതിലൂടെ വരുമാനം മേടിക്കാം, നമ്മൾ ഷെയർ ചെയ്ത് എങ്ങനെ വരുമാനം നമ്മൾ സൈലന്റ് ആയിരുന്ന എന്താ നമുക്ക് ഗുണം എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് നമുക്ക് ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പെക്സ് ടോക്കൺ എന്നാണ് നമ്മൾ ചെയ്യുന്ന. ടോക്കൺ എന്ന് പേരുകൊണ്ട് ഇത് ടോക്കൺ അല്ല, ക്രിപ്റ്റോ കറൻസിയാണ്. അതിന്റെ പേരാണ് അപ്പെക്സ് ടോക്കൺ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം 15,000 കോടി കോയിനാണ് മൊത്തത്തിലുള്ളത്. അതായത് 3 കാറ്റഗറിയിൽ ഉൾപ്പെടുത്തും. ഒന്ന് BNB-യില് 3000 കോടി കോയിൻ, TRC20-യില് 9000 കോടി, ERC20-യില്
3000 കോടി കോയിൻ. അങ്ങനെ ടോട്ടൽ 15,000 CR കോയിനാണ് ഇതുള്ളത്. ഞാനിപ്പോ പ്രതിപാദിക്കുന്നത് TRC20യുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബിസിനസ്സാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നു, ഇത്ര ടോക്കനാണ് നമ്മൾ, ടോക്കൺ അല്ല ക്രിപ്റ്റോ കറൻസിയാണ് നമുക്കുള്ളത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബിസിനസ്സിൽ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓരോ വ്യക്തികളും എത്ര ഏൺ ചെയ്യാൻ തീരുമാനിക്കുന്നു അത്ര രൂപയും നമുക്ക് ഏൺ ചെയ്യാം. അവരവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം ആരുടെ വിജയമാണ്? നമ്മളുടെ വിജയമാണ്. അത് ആര് തീരുമാനിക്കണം? മറ്റുള്ളവർ തീരുമാനിച്ച കാര്യമുണ്ടോ? ഇല്ല, നമ്മൾ വിചാരിക്കണം. അപ്പൊ നമ്മളുടെ തീരുമാനമാണ് ഇതിൽ ഏറ്റവും വലുത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതിൽ ഏറ്റവും ചെറിയ ഒരു എമൗണ്ടിൽ വരിക പറഞ്ഞാൽ നമുക്കൊരു $50 കയറി വരാം. $50 പറഞ്ഞാൽ നമുക്ക് ഇന്ന് ഔട്ടായിട്ട് തരുന്നത് 90 രൂപയാണ്. 90 രൂപയിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതും നമുക്ക് റിട്ടേൺ കിട്ടുന്നത്. അപ്പൊ 90 രൂപയാകുമ്പോൾ നമുക്ക് $50 ആകുമ്പോൾ 4500 രൂപയ്ക്ക് നമുക്കിതിൽ ഒരു ഇൻവെസ്റ്റർ ആയിട്ട് കയറി വരാം. ഓക്കെ, ഞാൻ പറഞ്ഞു, ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എനിക്ക് പറയാൻ എളുപ്പത്തിനും നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു സുഖത്തിനും വേണ്ടിയിട്ട് ഞാൻ ഒരു 1 lakh പ്ലാൻ പറയാം. ഓക്കെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏതൊക്കെ കാര്യത്തിന് റിസ്ക് എടുക്കാറുണ്ട് അല്ലെ? ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് റിസ്ക് എടുക്കാറുണ്ട്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം 225 ദിവസത്തെ വർക്കിംഗ് ഡേയ്സ്, അതായത് ശനി, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി 5 ദിവസമാണ് നമുക്ക് റിട്ടേൺ ROI തരുന്നത്. കമ്പനി എങ്ങനെ തരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അതായത് കമ്പനി ഫോറക്സ് ട്രേഡിങ്ങിലൂടെയാണ് നമുക്ക് പ്രോഫിറ്റ് തന്നുകൊണ്ടിരിക്കുന്നത്. ആഴ്ചയിൽ 5 ദിവസം നമുക്ക് പ്രോഫിറ്റ് തന്നുകൊണ്ടിരിക്കും. ആവറേജ് എത്ര തരും? 1% നമുക്ക് തന്നുകൊണ്ടിരിക്കും. 1% പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫിഗർ പറയുന്നു. അപ്പൊ എ എന്നുള്ളൊരു വ്യക്തി ഇതിലൊരു 1 lakh കിട്ടും. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ഒരു വർക്കും ചെയ്തിട്ടില്ലെങ്കിലും കമ്പനി നടത്തുന്ന ട്രേഡിംഗ് പ്രോഫിറ്റിന്റെ 1% കമ്പനി എന്നും നമുക്ക് എന്ത് തരും? ആഴ്ചയിൽ 5 ദിവസം നമുക്ക് തരും. 1% പറഞ്ഞ 1,00,000ന്റെ 1% എത്ര? 1000 രൂപ. എത്ര ദിവസം തരും? വീക്ക്ലി 5 days അല്ലേ? അപ്പോ 5000 രൂപ ആഴ്ചയിൽ കിട്ടും. നമുക്കൊരു മാസത്തിൽ ഒരു 4 ആഴ്ചയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു 20,000 രൂപ, ഏറ്റവും കുറച്ച് പറയട്ടെ അതിന്, 20,000 രൂപ വെച്ചിട്ട് നമുക്ക് മന്ത്ലി ഏൺ ചെയ്യാം. ഇതെല്ലാ കാലം കിട്ടുമോ? ഇല്ല. എത്ര കിട്ടും? 225 വർക്കിംഗ് ഡേയ്സിലാണ് നമുക്ക് കിട്ടുക. ഇതിൽ ഏറ്റവും വലിയ സന്തോഷം, നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അപ്പെക്സ് ടോക്കൺ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ന് TRC20 എത്ര വിലയുണ്ടോ ആ രീതിയിലുള്ള നമുക്കൊരു 32 രൂപയ്ക്ക് വില വരുന്ന ഒരു 10 ഇരട്ടി ടോക്കനും കൂടി നമുക്ക് തരുന്നു. മനസ്സിലാക്കുക, നമ്മളൊരു 1 lakh ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അപ്പൊ തന്നെ അത് ആക്ടിവേഷൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു 1 lakh ഒക്കെ ചെയ്യുമ്പോൾ ഒരു 11,000-ഓളം അപ്പെക്സ് ടോക്കൺ നമുക്ക് കിട്ടുന്നു. അത് ഇന്ന് 10-32 രൂപ ഉണ്ടെങ്കിൽ ഒരു 225 ദിവസം കഴിയുമ്പോൾ നമുക്കറിയാം ഓരോ ക്രിപ്റ്റോ കറൻസിയുടെ ഒക്കെ വില. നമ്മൾ സ്വർണത്തിന്റെ വില ഒരു 10 വർഷം മുമ്പ് എന്തായിരുന്നു, അല്ലെങ്കിൽ ഒരു 4 വർഷം മുമ്പ് എന്തായിരുന്നു, ആ വിലയാണോ ഇപ്പൊ ഉള്ളത്? അതുപോലെ ആയിരിക്കും ഇത്. ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ ക്രിയേറ്റ് ചെയ്ത സംഭവമാണ്. ഇത് കൂട്ടാനോ കുറയ്ക്കാനോ കഴിയില്ല, നിശ്ചിത ഒരു ഫിഗറിൽ ഇറക്കിയ സാധനമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് എന്തായാലും വാല്യൂ കൂടുള്ളൂ. നമ്മൾക്ക് ഇതിന്റെ ഫീസൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്, അതായത് നമ്മൾ വിഡ്രോയിലൊക്കെ ചെയ്യില്ലേ, ആ വിഡ്രോയിലൊക്കെ ചെയ്യുന്നത് നമ്മൾ അപ്പെക്സ് ടോക്കൺ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്തായാലും നമുക്കിതില് വാല്യൂ കൂടിക്കൊണ്ടിരിക്കുള്ളൂ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് അപ്പെക്സ് ടോക്കൺ കിട്ടുന്നുണ്ട്. ആ ടോക്കൺ കിട്ടുന്നതോടൊപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു, ഡെയിലി 1% 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് കിട്ടുന്നു. 225 വർക്കിംഗ് ഡേയ്സ് ആണ് കിട്ടുന്നത്. അതായത് 2,25,000. അദ്ദേഹത്തിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ആ ടോക്കൺ അന്നത്തെ മാർക്കറ്റിൽ എത്രയാണോ, കമ്പനി പറയുന്നത് ഒരു 2-3 വർഷം കഴിയുമ്പോഴേക്കും ഒരു $10 എത്തുന്നു. വേണ്ട, $1 എത്തിയെന്ന് വിചാരിച്ചോളൂ. നമ്മളെ എത്രയായിരിക്കും നമ്മൾ ഓരോരുത്തരും നമ്മൾ ഈ ഒരു പ്രൊജക്ട് ഏറ്റെടുത്തോണ്ട് നമുക്ക് കിട്ടാൻ പോകുന്ന സൗഭാഗ്യം ആലോചിച്ച് നോക്കുക. അപ്പോ ഇത് ഞാൻ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം പറയാം, നമ്മൾ ചുമ്മാ ഒരു 1 lakh നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു എമൗണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യം മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. സ്വാഭാവികമായിട്ടും നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് മൈൻഡുള്ള ആളുകൾ എന്ത് ചെയ്യും? നമുക്ക് കിട്ടിയ ആശയം അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കും അല്ലെ? അത് തന്നെ ഇവിടെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ലൈഫിൽ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞങ്ങളൊക്കെ ഒരു 10 പേര്, ഞങ്ങളൊരു 1.5 മാസം ആയപ്പോഴേക്കും ഞങ്ങളൊക്കെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു അവസരത്തിലേക്ക് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ശശി സാറ് നാട്ടിൽ പറഞ്ഞു സീലിംഗ് പൊസിഷൻ. ഒരു ദിവസം നമുക്ക് മാക്സിമം കിട്ടാവുന്ന ഒരു ഐഡിയയിലൂടെ നമുക്ക് 90,000 രൂപ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. വ്യക്തമായിട്ട് മനസ്സിലാക്കി തരാം. ഞാൻ ജസ്റ്റ് ഇതൊന്ന് വായിക്കുകയാണ്.
എ എന്നൊരു വ്യക്തി ഒരു 1 lakh ചെയ്തു. അയാൾക്ക് ഞാൻ പറഞ്ഞ എല്ലാ എമൗണ്ടും റഫർ ലിങ്കും കിട്ടുന്നുണ്ട്, പിന്നെ സോറി ഡെയിലി ROI കിട്ടുന്നുണ്ട്, ട്രേഡിംഗ് പ്രോഫിറ്റ് വീക്ക്ലി 1% വെച്ച് കിട്ടുന്നുണ്ട്, അപ്പർ സ്റ്റോക്കും കിട്ടുന്നുണ്ട്. ഡെയിലി വരുമാനം വരുമ്പോ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കമ്പനിയിൽ ഒരു അവസരം കൂടി നമുക്ക് കമ്പനി തന്നിട്ടുണ്ടല്ലോ. എന്താ? റഫർ ചെയ്താൽ എന്ത് കിട്ടുന്നു പറഞ്ഞു തരാം. എ എന്നുള്ളൊരു വ്യക്തി ബി എന്നൊരു വ്യക്തിയെ സമീപിച്ചു. എ എന്നൊരു വ്യക്തിയെ ബി എന്നൊരു വ്യക്തി സമീപിച്ചു. ഒറ്റയ്ക്കാണോ പോകുന്നത്? അല്ല, നമ്മളെ ലീഡേഴ്സ് ഉണ്ടാവും. ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻവെസ്റ്റർ ആണ്, നമ്മളെ പോലെ പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? ടോപ്പ് ലീഡേഴ്സ്, നമ്മളെ ലീഡേഴ്സിനെ, ഗ്രേറ്റ് ലീഡേഴ്സിനെ വിളിച്ച് ബി എന്നൊരു വ്യക്തിനെ കാണാൻ പോകുന്നു. ബി എന്നൊരു വ്യക്തിനെ കണ്ട് അവർക്ക് വ്യക്തമായിട്ട് പ്ലാൻ കൊടുത്ത് അവരെ കൺവിൻസ് ചെയ്യിച്ച് ഒരു 1 lakh ആണ് അദ്ദേഹം ചെയ്യുന്നതെങ്കിൽ എക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയായിരിക്കും നിങ്ങൾക്കറിയോ? ഇവിടെ ബി എന്നൊരു വ്യക്തി 1 lakh ചെയ്തപ്പോ നമുക്ക് കിട്ടാൻ പോകുന്നത് എത്ര അറിയോ? 10% സുഹൃത്തുക്കളെ. അയാൾ 1 lakh ചെയ്യുന്നെങ്കിൽ 10% എത്ര? 10,000 രൂപ. അത് നമുക്ക് സ്പോട്ടിൽ കിട്ടും. ഓക്കെ, ഇനി ഇതൊരു ബൈനറി സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുക. ബൈനറി പറഞ്ഞ എന്താ? റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കേട്ടിട്ടില്ലേ? നമുക്ക് എല്ലാ ആളുകൾക്കും അറിയുന്നുണ്ടാവും ബൈനറി എന്നതാണ്. ബൈനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എ കാറ്റഗറിക്ക് ഇവിടെ റൈറ്റ് സൈഡ് ആണെന്ന് വിചാരിക്കുക, ഇവിടെ ലെഫ്റ്റ് സൈഡ് ആണ്. ഇത് ബി സി എന്ന് വിചാരിച്ചോളൂ, ഇത് ലെഫ്റ്റ് സൈഡ് ആണോ. ഇനി എന്ത് ചെയ്തു? എ എന്ന വ്യക്തി സി എന്നൊരു വ്യക്തിനെ, തൊട്ട അയൽവാസിയോ അളിയനോ ബന്ധുവോ പെങ്ങളോ ആരാവാം, നമുക്ക് സി എന്നൊരു വ്യക്തിനെ പരിചയപ്പെടുത്തി ഒരു 1 lakh ക്ലോസ് ചെയ്തെന്ന് വിചാരിക്കുക. അവിടെയും 1 lakh ചെയ്തപ്പോ നമുക്ക് എത്ര റഫറൽ കമ്മീഷൻ കിട്ടി? നമ്മൾ കൊണ്ടുവരുന്ന ആളെ കിട്ടുന്നതിന്റെ പേരാണ് റഫറൽ കമ്മീഷൻ. നമ്മൾ റഫർ ചെയ്തല്ലോ, നമ്മളെല്ലാം റിസ്ക് എടുക്കുന്നു. ലീഡേഴ്സ് ആര് സപ്പോർട്ട് ചെയ്യും? നമ്മളെ ലീഡേഴ്സ് സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ കൊണ്ടുവന്ന ബിസിനസ് ലീഡേഴ്സ് സപ്പോർട്ട് ചെയ്താലും നിങ്ങൾക്കാണ് റഫർ കമ്മീഷൻ തരിക. മനസ്സിലാക്കുക, ലീഡേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടിങ്ങിലൂടെ നിങ്ങൾക്കാണ് വരുമാനം കിട്ടുന്നത്. വീണ്ടും എത്ര കിട്ടി? 10,000 കിട്ടി. ഇവിടെ ശ്രദ്ധിക്കുക, റൈറ്റിലും ലെഫ്റ്റിലും ഓരോ ലക്ഷത്തിന്റെ ബിസിനസ് വന്നു. അപ്പൊ നമുക്കിത് മാച്ച് ചെയ്യും. മാച്ചിങ് ബോണസ് ബൈനറി അവിടെ എത്ര കിട്ടി? 10,000 രൂപ കിട്ടി. അപ്പൊ നമുക്ക് 30,000 രൂപ കിട്ടി. ഈ ഒരു സിസ്റ്റം നമ്മളെ കൂടെ വന്ന ബിയെയും സിയെയും പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളെ ഡ്യൂട്ടി. ഇത്ര മാത്രം ചെയ്താൽ മതി. നമ്മളെ പോലെ കഴിവുള്ള നമ്മൾ ഞാൻ പറയാറുണ്ട്, നമ്മൾ എപ്പോഴും എന്ത് ചിന്തിക്കേണ്ട വെച്ചാൽ, വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവര്, വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ, കടബാധ്യത ഉള്ള ആളുകള്, സ്വപ്നങ്ങളുള്ള ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യുക. അല്ല, ചില ആളുകളുണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ മതി, അങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി എന്നുള്ള ആളുകളോടൊന്നും നമ്മളിപ്പോ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഞാനൊക്കെ പോകുമ്പോൾ പല ആളുകളും കാണാൻ റോഡ് സൈഡിലൊക്കെ ഇരുന്നിട്ട് പല കളിയൊക്കെ ഇട്ടിരിക്കുന്നത്, ആ ഒരു ഭാര്യനെ ജോലിക്ക് പറഞ്ഞയക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഇവിടെ സ്വപ്നങ്ങളുള്ള ആളുകളേനെ, പ്രതിസന്ധികളുള്ള ആളുകളേനെ, നമുക്കൊരാൾക്ക് പൈസ കൊടുത്ത് ഹെൽപ്പ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റേഷൻ ഒക്കെ ഉണ്ടോ? പക്ഷെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു കഴിഞ്ഞാല് ലൈഫിൽ നമ്മളെ അയാൾ വ്യക്തി മറക്കില്ല. അപ്പൊ അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഒരു വ്യക്തിയെ നമ്മളൊരു 4,500 അദ്ദേഹത്തിന്റെ റിസ്കിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് ഒരു 4 മാസം വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യാം? അദ്ദേഹത്തിന്റെ കണക്ഷൻസ് ഒക്കെ നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. നീ അറിയുന്ന ആളുകളെ ഒരു 10 പേരെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു നോട്ടില് ബുക്കിൽ അവരെ എഴുതി വാങ്ങിച്ചു കഴിഞ്ഞാൽ അവരെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ റഫറിലൂടെ തന്നെ നമുക്ക് ഏൺ ചെയ്യാൻ കഴിയും, അദ്ദേഹത്തിന് വരുമാനം മേടിച്ചു. ഇങ്ങനെ സുഹൃത്തുക്കളെ, ഈ 2 വ്യക്തിയിൽ മുഖാന്തരം 2, 4, 8, 16, 32, 64, 124 വെച്ച് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ദിവസം നമുക്ക് എത്ര രൂപ ഏൺ ചെയ്യാൻ കഴിയുന്നറിയോ? ഒരു ഐഡിയയിലൂടെ 1 ഡേ ഒരു 10,000 ഇവിടെയും 10,000 ഇവിടെയും വരുമ്പോൾ നമുക്ക് മാച്ചിങ് ബോണസ് ആയിട്ട് $1,000 നമുക്ക് കിട്ടും. ഒരു 9 യെസ് 90,000 രൂപയാണ് നമുക്ക് ഒരു ഐഡിയിലൂടെ നമുക്ക് ഏൺ ചെയ്യാവുന്ന പരമാവധി ഇൻകം. 1 ഡേ, ഒരു ദിവസം നമുക്ക് എത്ര ഐഡി വേണമെങ്കിലും ഒരു ഇമെയിൽ ഐഡിയിലൂടെ നമുക്ക് 10 ഐഡി വരെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, 10 ഐഡിയിലൂടെ നമുക്ക് വരുമാനം ഉണ്ടാക്കാം. നമ്മളെ വൈഫിന്റെ പേരിൽ അടിക്കാം, മക്കളുടെ പേരിൽ അടിക്കാം. നമ്മൾ ചെയ്യേണ്ടത് എത്ര ഉള്ളൂ? നിങ്ങളെ ഈ ഒരു പ്രോജക്റ്റ് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. കമ്പനിയുടെ കാര്യങ്ങളും ആധികാരികമായ ഡീറ്റെയിൽസ് ഒക്കെ നമ്മളെ വരുന്ന ലീഡേഴ്സ് നിങ്ങളോട് വ്യക്തമായിട്ട് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ, ഈ ഒരു ബിസിനസ് കമ്പനിയുടെ MDയുടെ പേര് അഭിജിത്ത് മാണി എന്നാണ്. നമ്മളെ കോട്ടയം ജില്ലയിൽ പാലയിലാണ് അദ്ദേഹത്തിന്റെ സ്വദേശം. മാർക്കറ്റിംഗ് മേഖലയിൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അദ്ദേഹം ഈ ഒരു പ്രൊജക്ട് ഏറ്റെടുത്തു. നമ്മളെ പോലെയുള്ള ആളുകൾക്ക് ഇത് എത്തിച്ചു തന്നു. നമ്മളെ ഗ്രേറ്റ് ലീഡർ അരുൺ സാറൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രൊജക്ട് ഏറ്റെടുക്കുന്ന സമയത്ത് മറ്റൊരു ബിസിനസ് ചെയ്തിട്ട് ഒരുപാട് കടത്തിലുണ്ടായിരുന്ന ഒരാളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് 4,500 രൂപയാണെങ്കിൽ
നമ്മളെ മൈൻഡ് ഇതിലേക്ക് പോകണം. 1 കോടി രൂപയോ 5 കോടി രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതായി കണക്കാക്കിയിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചാൽ ഒരു 6 മാസം കൊണ്ട് സുഹൃത്തുക്കളെ 2-2.5 കോടി രൂപയാണ് അദ്ദേഹം ഏൺ ചെയ്യാൻ കഴിഞ്ഞത് എങ്കിൽ ഒരു ക്രിപ്റ്റോ മേഖലയുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്യാൻ അറിവില്ലാത്ത ഒരാൾ അങ്ങനെ ഏൺ ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു ക്രിപ്റ്റോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഓരോരുത്തരും പഠിച്ച് മനസ്സിലാക്കി സിൻസിയർ ആയിട്ട് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ എത്ര ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മളെ തീരുമാനിക്കേണ്ടത്. ഇവിടെ നമുക്ക് ബോസ് ഇല്ല, നമ്മളെ ബോസ് ആരാ? നമ്മൾ തന്നെയാണ്. നമ്മളെ വരുമാനം തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നമ്മളൊരു വ്യക്തിയുടെ കീഴിലോ ഒരു കമ്പനിയുടെ കീഴിലോ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു നിശ്ചിത എമൗണ്ട് നമുക്കൊരു കൂലിയായിട്ട് തരും, അല്ലെങ്കിൽ മന്ത്ലി സാലറി ആയിട്ട് തരും. ഇവിടെ അങ്ങനെയല്ല. നിങ്ങൾക്ക് ഓരോ ദിവസത്തിൽ ഏൺ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ എത്രയാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾ ഒരു സൈറ്റ് സീലിംഗ് വേണോ, 2 സൈറ്റ് സീലിംഗ് വേണോ, 3 സൈറ്റ് സീലിംഗ് വേണോ, എത്ര സൈറ്റ് സീലിംഗ് ആയിലൂടെ വരുമാനം മേടിക്കേണ്ടതും അത് ഏൺ ചെയ്യേണ്ടതും പരിപൂർണ്ണ ഉത്തരവാദിത്വം പരിപൂർണ്ണ സ്വാതന്ത്ര്യവും നമുക്ക് തന്നെയാണ്. അപ്പൊ ഈ ഒരു ബിസിനസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് ഓരോ അവസരങ്ങളും ദൈവം നമ്മളെ മുമ്പിൽ എത്തിച്ചേരും. ആ അവസരത്തിൽ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയായി കണക്കാക്കി നിങ്ങൾ ഇതിലൂടെ ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. phase 2 പറഞ്ഞ ഒരു പ്രൊജക്റ്റും മറ്റേ ഒരു സെക്ഷൻ കൂടി ഉണ്ട്. അതൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. അതിലൂടെ നിങ്ങൾക്ക് വേറെയും ഏൺ ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. അടുത്തതിലൂടെ ഞാൻ പറയും, അല്ലെങ്കിൽ അടുത്ത ലീഡർ നമ്മളോട് സംസാരിക്കും. അപ്പോ ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ ഈ ഒരു ബിസിനസ് നിങ്ങൾ എത്രത്തോളം ആക്ട് എടുത്ത് തയ്യാറാവുന്നുവോ അതിന് പരിപൂർണ്ണ സപ്പോർട്ട് ഈ ടോപ്പ് 10 ലീഡേഴ്സ് നിങ്ങളെ കൂടെ കട്ടയ്ക്ക് ഏത് സ്ഥലത്തും നിങ്ങൾ എപ്പോ പറയുന്ന സ്ഥലത്തും ഏത് രീതിയിലും ഞങ്ങൾ വർക്ക് ചെയ്യാൻ നിങ്ങളെ കൂടെ ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വളരെ കുറഞ്ഞ സമയമാണ് എനിക്ക് തന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്റെ ചുരുങ്ങിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ പേഴ്സണൽ ആയിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് നമ്പർ എടുത്ത് വിളിക്കാം. പേര് രഘു ഒരു വട്ടം കൂടി, സ്വദേശം നാട്ടിലെ ആനക്കര എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ്. അപ്പൊ ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്ത ഗ്രേറ്റ് ലീഡേഴ്സിനോട് സംസാരിക്കാം. കുറച്ച് സമയം നമുക്ക് അനുവദിച്ചു തരണം. ഓക്കെ, വിഷ് യു ഓൾ സക്സസ്. ജയ് ഹിന്ദ്. ഓക്കെ.